അതെ, ക്യാൻസറാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രേണുസുധിയുടെ അസുഖ വിവരത്തെക്കുറിച്ച്. ഇപ്പോൾ രേണു തന്നെ വന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും ദിവസം ഇതിനെക്കുറിച്ച് രേണുവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് കേട്ടപ്പോൾ വിശ്വസിച്ചിരുന്നില്ല. അത് സത്യമായിരിക്കില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ രേണു തന്നെ വന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി. കാരണം നമ്മളാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്നത് ആർക്കും ഈ അസുഖം വരരുത്, ശത്രുക്കൾക്ക് പോലും ഈ അസുഖം വരരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അപ്പോൾ രേണു വന്ന് അങ്ങനെ പറയുന്ന കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. എന്താണെന്ന് പറഞ്ഞാലും ഇതൊക്കെ അതിജീവിച്ച് രേണു തിരിച്ചു വരിക തന്നെ ചെയ്യും. എന്തോ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ഇതൊന്നും കൊണ്ട് രേണു ഒരു രീതിയിലും വീണു പോകില്ല. ദൈവം ഒരുപാട് നമ്മളെ പരീക്ഷിക്കുമല്ലേ, അത് പല രീതിയിൽ നമ്മളെ പരീക്ഷിക്കും. അസുഖങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് ദൈവം തരും. അവസാനം അതെല്ലാം മാറ്റി നല്ലൊരു അവസ്ഥ നമുക്ക് തരും. അപ്പോൾ എന്തായാലും രേണു ഇപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു പരീക്ഷണങ്ങളിലാണ്. തീർച്ചയായും ഇതിൽ നിന്നൊക്കെ കരകയറി ധൈര്യപൂർവ്വം രേണുവിന് തിരിച്ചു വരാൻ കഴിയും. എന്തോ അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതുകൊണ്ടൊന്നും രേണു തളർന്നു പോവുക അല്ലെങ്കിൽ വീണു പോകുക ഒന്നും തന്നെ ഇല്ല. ഇതൊരു അസുഖമാണല്ലേ. എത്രയോ ആൾക്കാർ ഈ അസുഖത്തെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ജീവിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ അടുത്താണെങ്കിൽ പോലും 2 ചേച്ചിമാർക്ക് ഈ അസുഖം വന്ന സെയിം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് അവരും ഇതുപോലെ അത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ അവർ സാധാരണ ആ ഒരു ജീവിതത്തിലേക്ക് എത്തി. അവരുടെ മുടിയൊക്കെ പോയതായിരുന്നു, 2 ചേച്ചിമാരുടെയും. അവർക്ക് മുടിയൊക്കെ വന്നു, അവർ ആ ഒരു അസുഖത്തിൽ നിന്നും കരകയറി വന്നു. അതുപോലെ തന്നെയാണ് രേണുവിനും. ഇത് സിമ്പിളായിട്ട് അത് എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്. ഇതിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് രേണു കയറി വരുമെന്നേ നമ്മൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് രേണുവിൻ്റെ ഈ ഒരു അസുഖത്തെക്കുറിച്ച് രേണു തന്നെ കഴിഞ്ഞ ദിവസം മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം പല രീതിയിൽ ഇങ്ങനെ രേണുവിന് ക്യാൻസർ ആണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല കേട്ടോ. അതങ്ങനെ ആയിരിക്കല്ലേ എന്നാണ് പ്രാർത്ഥിച്ചതും. പക്ഷേ ഇപ്പോൾ രേണു തന്നെ വന്ന് പറയുന്ന കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ശരിയാണ്, രേണു പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഒന്നിനെ ഓർത്ത് രേണുവിന് സങ്കടമില്ല, പക്ഷേ മക്കളെ ഓർത്ത്. അത് തന്നെയാണല്ലേ, നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ മക്കളുടെ അവസ്ഥ നമുക്ക് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് രേണുവിൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി
അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമ്മൾ പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്. അത് രേണുവിൻ്റെ ചില പ്രവൃത്തികളും ചില സ്റ്റേറ്റ്മെൻറ്റിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ആർക്കും രേണുവിനോട് വ്യക്തിപരമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്താന്ന് പറഞ്ഞാലും ഇതൊക്കെ തരണം ചെയ്ത് രേണു തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഒരിക്കലും തളർന്നു പോകില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പയ്യൻ, വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ, സുധി എന്നാണ് പേര്. നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെ ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി അവിടെ നിൽക്കുകയായിരുന്നു. ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഭാര്യ കടയിലേക്ക് തിരിഞ്ഞ സമയത്താണ് ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിച്ചു. ആ ഒരു പെണ്ണ് ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. 2 പൊടി കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞിന് 3 വയസ്സും ഒരു കുഞ്ഞിന് 11-12 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. യാതൊരുവിധ എന്താ പറയുക, സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനെ ദൈവം ഈ ഒരു രീതിയിലാണ് പരീക്ഷിച്ചത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും നാളെ ഈ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ആർക്കും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ രേണുവിന് വന്ന ഈ ഒരു അസുഖം നാളെ ഇപ്പോൾ എനിക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആയിരിക്കാം. അതൊക്കെ ഓരോ ദൈവവിധിയാണ്. ദൈവം ഓരോരുത്തരെയും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ ദൈവം കൂടുതൽ പരീക്ഷിക്കുമെന്ന്. ഒരുപക്ഷെ ദൈവത്തിന് കൂടുതൽ ഇഷ്ടം രേണുവിനോടുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പരീക്ഷണം. ഇതിലൊന്നും തളർന്നു പോവാതെ തീർച്ചയായിട്ടും മുന്നേറി വരണം. ഇതിനോട് ഫൈറ്റ് ചെയ്ത് മുന്നേറി വരാൻ രേണുവിനെ കൊണ്ട് സാധിക്കും. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. രേണുവിന് 34 വയസ്സ്, എൻ്റെ സെയിം ഏജാണ് കേട്ടോ. പല കാര്യങ്ങളിലും നമ്മൾ അവരെ വിമർശിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും എന്താ പറയുക, അവരോട് യാതൊരുവിധ വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ അവരെ വിമർശിച്ചു. അല്ലാതെ നമുക്ക് അവരോട് ഒരു രീതിയിലുള്ള വൈരാഗ്യമോ അല്ലെ പിണക്കോ ദേഷ്യമോ ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കേട്ടപ്പോൾ പോലും അത് വിശ്വസിച്ചിരുന്നില്ല. കാരണം അതൊക്കെ ആരെങ്കിലുമൊക്കെ വെറുതെ ഉണ്ടാക്കി പറഞ്ഞാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ രേണു തന്നെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിന്നൊക്കെ ധൈര്യപൂർവ്വം തിരിച്ചു കയറി വരണം. എല്ലാ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവും. ഏത് രീതിയിലുള്ള ഒരു സഹായവും നമ്മളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം.